ചില കാര്യങ്ങൾ ചെയ്യുവാൻ നാളെയാകട്ടെ എന്ന് നീക്കി വെക്കുന്ന അനേകരെയും എനിക്കറിയാം. കുറച്ചു നാളുകൾ കഴിഞ്ഞതിന് ശേഷം അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന വാക്കുകളാണ് മിക്കപ്പോഴും അവരിൽ നിന്ന് വരുന്നത്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പലതും കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രിയ ദൈവത്തിലെ, നമുക്ക് ദൈവം തരുന്ന ആയുസ്, ആരോഗ്യം അത് പാഴാക്കാതെ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നാം അത് പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മെ സ്വാധീനിക്കുന്ന പല പ്രത്യയ ശാസ്ത്രങ്ങളും ചിന്തകളും നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിലും കറക്റ്റ് സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നത്. നാം ദൈവത്തോട് ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം ദൈവിക കരുതലും ദൈവിക പ്രൊവിഷനും നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം നാളേക്ക് മാറ്റിവെക്കുമ്പോൾ, ഈ പ്രവണത തുടരുമ്പോൾ പലപ്പോഴും നാം ദൈവിക പദ്ധതികളിൽ നിന്ന് മാറിപ്പോകുന്നത് കാണുവാൻ കഴിയും. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് അവിടെ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടുന്നത്. വെള്ളം തരാൻ പാറയോട് കൽപ്പിക്കാൻ മോശയോട് പറയുമ്പോൾ മോശ അതിന്റെ യുക്തി, ലോജിക്ക് ആലോചിച്ച് ചിന്തിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് മോശ ചെയ്യില്ലായിരുന്നു. അങ്ങനെ മോശ ചെയ്യാത്തിടത്തോളം കാലം പാറയിൽ നിന്ന് വെള്ളം വരികയുമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിപരമായ പല തീരുമാനങ്ങളിലും മാറ്റിവെക്കപ്പെടുന്നു എങ്കിൽ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞ് ജീവിതയാത്രയിൽ മുന്നേറുമ്പോഴാണ് നമുക്ക് വിജയം കാണുവാൻ കഴിയുന്നത്. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ പ്രിയ ദൈവത്തിലെ ഒരു ആത്മീക ഉണർവ് നിങ്ങളിലൂടെ ചെയ്തെടുക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മിലുള്ള മടി കാരണം നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കുന്നെങ്കിൽ ഈ ദൈവം ദുഃഖിക്കുകയാ. ദൈവിക പദ്ധതികൾ പലപ്പോഴും നമ്മിലൂടെ നടന്നില്ല എന്ന് വരികയും ചെയ്യും. എന്നാൽ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാൻ നാം തയ്യാറാണെങ്കിൽ, ഈ ദൈവത്തിന് നാം അവൈലബിൾ ആണ് എങ്കിൽ, നിങ്ങളിലൂടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നിങ്ങളായിരിക്കുന്ന പട്ടണം കാണും. വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നത് ഒന്ന് മാറ്റിവെക്കണം. എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം. സാഹചര്യങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പൗലോസ് എഫെസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നമ്മിലൂടെ വെളിപ്പെടത്തക്ക വിധത്തിൽ നാം ദൈവത്തിന്റെ കരങ്ങളിൽ അവൈലബിൾ അല്ല എങ്കിൽ പലപ്പോഴും ദൈവിക പദ്ധതികൾ നമ്മിലൂടെ നടക്കുകയില്ല. പിന്നീട് അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് ഇന്ന് ദൈവമേ ഞാനിത് അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നു, എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ, അങ്ങ് എന്നെ ഒന്ന് എടുത്തുപയോഗിക്കണമേ എന്ന് പറയുന്നെങ്കിൽ ജീവിതയാത്രയിൽ തീർച്ചയായും ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. വെറുതെ പാഴായി പോകാവുന്ന നിമിഷങ്ങളെല്ലാം ദൈവരാജ്യ മഹത്വീകരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് അപ്പോസ്തലൻ നമ്മെ ആഹ്വാനം ചെയ്യുക. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഇന്ന് സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് ദൈവം ഓർമ്മിപ്പിക്കുക. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സമയം കണ്ടെത്താതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം വ്യാജമല്ലേ പറയുന്നത്? നമ്മുടെ ദൈവത്തോട് സംസാരിച്ചിട്ട് എത്ര നാളായി? അതെ, നമുക്ക് വിവിധങ്ങളായ തിരക്കുകളുണ്ട്, എല്ലാം ശരിയാ. എന്നാലും അതിന്റെ നടുവിലും അല്പസമയം മാറ്റിവെച്ച് ഈ സ്വർഗീയ പിതാവിനോട് സംസാരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താ എന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും. മാത്രമല്ല നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുകയും ചെയ്യും. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യത്തക്ക വിധത്തിൽ ഈ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എക്വിപ്പ് ചെയ്തെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ദൈവത്തിന്റെ കരത്തിൽ നാം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിലൂടെ പ്രവർത്തിച്ച ദൈവം നമ്മിലൂടെയും നാം ആയിരിക്കുന്ന പട്ടണങ്ങളിൽ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഈ ലോകത്തിൽ തീരുന്നതല്ല. നിത്യതയിലും കൈവിടാത്ത ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ നമുക്ക് കഴിയും. പ്രിയ ദൈവത്തിലെ, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. അതേ പ്രിയ ദൈവത്തിലെ, ദൈവം നമ്മുടെ മുമ്പാകെ തന്നിരിക്കുന്ന സമയം പാഴാക്കി കളയാതെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ?
പുറമേ കാണുന്ന വസ്ത്രധാരണം മാത്രമല്ല യഥാർത്ഥ ഒരുക്കം. നമ്മുടെ ആത്മാവിനെയും ചിന്തകളെയും നമ്മുടെ നിരൂപണങ്ങളെയും തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ തെറ്റിപ്പോയ വിഷയങ്ങളിൽ ഏറ്റുപറഞ്ഞ് നെടുമ്പാട് വീണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങ് എന്റെ ജീവിതത്തിൽ ഇനി തരുന്ന സമയം അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയ ദൈവത്തിലെ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. സമയം പാഴാക്കി കളയുവാൻ ഇനി നമ്മുടെ മുമ്പാകെയില്ല. നാം ചിന്തിക്കുന്നത് പോലെ ഇന്ന് നമുക്കുള്ള ആരോഗ്യം എല്ലാ കാലവും നമ്മോടൊപ്പം ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. ആരോഗ്യമുള്ളപ്പോ, നമുക്ക് കഴിവുള്ളപ്പോ ദൈവത്തിനു വേണ്ടി ഒന്ന് നിൽക്കാം. എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല എന്ന് പറയുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന അറിയിക്കുകയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം. അതെ, കഴിവില്ല എന്നല്ല നിങ്ങൾ പറയുന്നേ, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുക, എന്നെ കഴിവുള്ളവനാക്കി കഴിവുള്ളവളാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. രാജാക്കന്മാരുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോ നിന്റെ വായിൽ വാക്കുകളെ തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇനി മുമ്പിലുള്ള സമയം പാഴാക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കാം. ദൈവത്തിന്റെ ആയുധമായി നമുക്ക് മാറ്റപ്പെടാം. ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരിക. മുമ്പിലുള്ള സമയം പാഴാക്കി കളയാതെ ദൈവരാജ്യ മഹത്വീകരണത്തിനായി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം ഇവരെ അങ്ങെടുത്ത് ഉപയോഗിക്കുമാറാകണം. ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യം ഈ ജനം അനുഭവിച്ചറിയട്ടെ. മറ്റുള്ളവരുടെ മുമ്പാകെ നിന്നാപാത്രങ്ങളായിട്ടല്ല, മാനപാത്രങ്ങളാക്കി ഇവരെ അങ്ങ് മാറ്റുന്നതിനാൽ നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കും. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.